നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ പെൻഷൻ വാർത്തകളും അതോടൊപ്പം തന്നെ മറ്റു വാർത്തകളും ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുവാൻ ശ്രദ്ധിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ആനുകൂല്യ വിതരണ അറിയിപ്പുകളും അതാത് ദിവസങ്ങളിൽ നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിതരണം സംബന്ധിച്ച അറിയിപ്പാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം 1600 രൂപ മാർച്ച് മാസത്തിലെ പെൻഷൻ നമ്മളുടെയൊക്കെ കൈകളിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത്. ഇതിൽ മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇപ്പോൾ 1600 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനിയും കുടിശ്ശികയുള്ള 3 മാസത്തെ പെൻഷൻ തുകയുടെ വിതരണ അറിയിപ്പും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു മാസത്തെ കുടിശ്ശിക ഈ മാസത്തെ പെൻഷൻ തുകയോടുകൂടി നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ ലഭിക്കുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. അതായത് നമുക്കറിയാം ഏപ്രിൽ 14 തീയതി വിഷുവാണ്. അപ്പോൾ ഈ ഒരു വിശേഷ അവസരത്തിൽ കുടിശ്ശികയുള്ള പെൻഷൻ ഗഡുക്കളിൽ നിന്നും ഒരു ഗഡു പെൻഷൻ അതായത് 1600 രൂപ കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപയായിരിക്കും നമുക്ക് ഈ മാസം ലഭിക്കുവാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കുടിശ്ശികയുള്ള പെൻഷൻ തുകയിൽ നിന്നും ഇത്തരത്തിൽ പെൻഷൻ തുക കുടിശ്ശിക കൂടി ചേർത്തുകൊണ്ടായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണമെന്നും അറിയിപ്പും വന്നിട്ടുണ്ട്. 1600 രൂപ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ഒരു ഗഡു പെൻഷൻ കൂട്ടിച്ചേർത്ത് 3200 രൂപ ലഭിക്കും. മസ്റ്ററിംഗ് ചെയ്യാനുള്ള ആളുകൾക്ക് ഈ മാസം 20 തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരമുണ്ട്. ഇത്തരത്തിൽ മസ്റ്ററിംഗ് മുടങ്ങിക്കിടക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ തുക ലഭിക്കില്ല എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇനിയും അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആർക്കെങ്കിലും അവരുടെ രേഖകൾ, അതായത് പുനർവിവാഹിതരായിട്ടില്ല എന്ന രേഖകളൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായി ഈ മാസം 20 തീയതിക്കുള്ളിൽ തന്നെ ഏൽപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. 20 തീയതിക്ക് ശേഷമായിരിക്കും സംസ്ഥാനത്ത് ഈ മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങുന്നത്. അതുകൊണ്ട് അതിന് മുമ്പായി രേഖകളൊക്കെ സമർപ്പിച്ച് വയ്ക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണാൻ താങ്ക് യു.